ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ മുത്തശ്ശിയും മനോഹരനും കൂടെ ഭക്ഷണം ഇല്ലാത്തതിൻ്റെ പട്ടിണിയും പരിവട്ടമായിട്ടുള്ളതിൻ്റെ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും അമ്പലത്തിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാമെന്നും അപ്പോൾ മനോഹരൻ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അവിടെ തന്നെ താമസിച്ചാൽ പോരെന്നൊക്കെ. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മേഘ അങ്ങോട്ടേക്ക് വരുന്നത്. വീട്ടിലാണെങ്കിൽ അരിയും പച്ചക്കറിയും ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ മേഘ വന്ന് കയറിയ സമയത്ത് രണ്ടുപേരോടായിട്ട് ചോദിക്കുകയാണ് എന്താ തമാശയൊക്കെ പറഞ്ഞിരിക്കുന്നതെന്ന്. അപ്പോൾ അതൊക്കെ വിട്ടിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, അല്ല നീ ആരോടോ പണം വാങ്ങിക്കാൻ വേണ്ടിയിട്ടല്ലേ പോയത്, എന്തായി കിട്ടിയോ? അതേ മുത്തശ്ശി, ഒരു 10,000 രൂപ കിട്ടി. അത് കേട്ട സമയത്താണ് മുത്തശ്ശിക്കും മനോഹരനും സമാധാനമായത്. രണ്ടുപേരും നെഞ്ചിൽ കൈവെക്കുകയാണ്. അമ്പോ, ഇപ്പോഴാ സമാധാനമായത്. മേഘ, വേഗം തന്നെ ആ പണം എടുത്തിട്ട് മനോഹരൻ്റെ കയ്യിൽ കൊടുക്ക്. ഈ വീട്ടിൽ അരിയും പച്ചക്കറിയും ഒന്നുമില്ല. അവർ രണ്ടുപേരും ഭക്ഷണ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആ പണത്തിന് വേണ്ടി ചോദിക്കുകയാണ്. കാരണം വിശന്നിട്ട് വലഞ്ഞിരിക്കുകയാണ് രണ്ടുപേരും. ആ സമയത്ത് മേഘയുടെ മുഖത്തത്ര വലിയ തെളിച്ചമൊന്നുമില്ല. മേഘ ഒന്നും പറയാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ മുത്തശ്ശി സങ്കടത്തോടെ പറയുന്നുണ്ട്, അടുപ്പിൽ കത്തിക്കാൻ മണ്ണെണ്ണ പോലും ഇല്ല. അത് കേട്ടത് മനോഹരൻ ഞെട്ടുകയാണ്. അതുപോലെ ഈ വീട്ടിലില്ലേന്ന് വിചാരിച്ചിട്ട്. മുത്തശ്ശി പറയുന്നുണ്ട്, വേഗം 10,000 രൂപ എടുത്ത് ഇവൻ്റെ കയ്യിൽ കൊടുക്കുമോളെ. മേഘയാണെങ്കിൽ ശരിക്കും വിഡ്ഢിയായതുപോലെയാണ് സംസാരിക്കുന്നത്. നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നത്? എൻ്റെ അടുത്ത് എവിടെയാ കാശ്? അപ്പോൾ അവർ രണ്ടുപേരും ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. ഇവളല്ലേ പറഞ്ഞത് 10,000 രൂപ കടം കിട്ടിയെന്നുള്ളത്? നീയല്ലേ ഇപ്പോൾ 10,000 രൂപ കടം ചോദിച്ചപ്പോൾ കിട്ടിയെന്ന് പറഞ്ഞത്? അപ്പോൾ മേഘ പറയാണ്, ആ 10,000 രൂപ ഞാനിപ്പോൾ കൂടോത്രം ചെയ്യുന്ന സ്വാമിക്ക് കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. അത് കേട്ട സമയത്ത് മുത്തശ്ശി തലയിൽ കൈവച്ച് പോവുകയാണ്. മനോഹരം വാ തുറന്നിരുന്നു പോകുന്നുണ്ട്. അദ്ദേഹം ചന്ദ്രികയ്ക്കെതിരെ കൂടോത്രം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അയ്യോ, എന്താ മേഘ ഇത്? 10,000 രൂപ ഒരൊറ്റയടിക്ക് കൂടോത്രം ചെയ്ത സ്വാമിക്ക് കൊടുത്തു എന്നോ? എന്താ മേഘ, നിന്റെ ബുദ്ധിയൊക്കെ നശിച്ചു പോയോ? ആ, മനോഹരൻ ചോദിക്കുന്നുണ്ട്. മുത്തശ്ശി, എൻ്റെ ബുദ്ധിയൊന്നും നശിച്ചു പോയിട്ടില്ല. ഞാൻ നല്ല ബുദ്ധിയോട് കൂടി തന്നെയാണ് പെരുമാറുന്നത്. എന്നാണോ ചന്ദ്രികയുടെ നാശം കാണുന്നത്, അന്നാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം സന്തോഷമുള്ള ദിവസം. അപ്പോൾ മുത്തശ്ശി ദേഷ്യത്തോടെ പറയുന്നുണ്ട്, ചന്ദ്രിക നശിക്കുന്നത് അവിടെ നിൽക്കട്ടെ, ഇങ്ങനെ പട്ടിണി കിടന്നാ നമ്മളെല്ലാവരും ഒന്നായിട്ട് നശിച്ചോളും. അതിന് കുഴപ്പമൊന്നുമില്ലേ? അതേ ചേച്ചി, അങ്ങനെ ചോദിക്കേ. ചന്ദ്രിക നശിക്കുന്നതിന് വേണ്ടി 2 നേരം പട്ടിണി കിടന്നു എന്ന് വിചാരിച്ച് നമ്മളാരും ചത്തു പോകത്തൊന്നുമില്ല. മേഘ ദേഷ്യത്തോടെ പറയാണ്. എന്താ മേഘ ഇത്? പക്ഷെ മേഘ പിന്നീടൊന്നും പറയാൻ നിൽക്കാതെ അകത്തേക്ക് കയറി പോവാണ്. മേഘ, പിന്നീട് മനോഹരം വിളിക്കുന്നുണ്ട്, നീ വേണേ പട്ടിണി കിടന്നോ മേഘ, അതിന് ഞങ്ങളെ കൂടി എന്തിനാ പട്ടിണി കിടത്തുന്നത്? അവളതൊന്നും വകവെക്കുന്നേ ഇല്ല. അപ്പോൾ ചേച്ചിയോട് ചോദിക്കുകയാണ്, എന്താ ചേച്ചി, എന്തൊക്കെയാ ഈ മേഘ പറഞ്ഞിട്ട് പോകുന്നത്? നമ്മൾ തന്നെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാതെ പട്ടിണി കിടക്കുകയാണ്. ചന്ദ്രയ്ക്കെതിരെ കൂടോത്രം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആ കൂടോത്രക്കാരനെ കൊണ്ടുപോയി 10,000 രൂപ കൊടുത്തു. ഈ കാലത്തൊക്കെ ഇതൊക്കെ വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇവളെ എന്താ ചേച്ചി ചെയ്യേണ്ടത്? ബുദ്ധിയില്ലാത്തവളാടാ, ബുദ്ധിയില്ലാത്തവള്. ഇവളെപ്പോലുള്ള ആളുകൾ ഉള്ളത് കാരണമാണ് കൂടോത്രം ചെയ്യുന്ന ആൾക്കാർ, അതുപോലെ ഭൂമി വിൽക്കുന്ന ആൾക്കാർ, തട്ടിപ്പ് നടത്തുന്ന എല്ലാവരും ഓരോരുത്തരായിട്ട് ജനിച്ച് പൊന്തുന്നത് ഉള്ളത് കാരണമാണ്. ഇങ്ങനെ പറ്റിക്കപ്പെടാൻ നിന്ന് കൊടുക്കുമ്പോൾ അവർ പറ്റിക്കാതെ പിന്നെന്ത് ചെയ്യാനാ? അപ്പോൾ മനോഹരൻ പറയുന്നുണ്ട്, ഹേയ് ചേച്ചി, ഇനി എനിക്ക് വിശപ്പ് സഹിക്കാനാവില്ല. ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയിട്ട് ചോറ് ബാക്കിയുണ്ടോ എന്ന് നോക്കട്ടെ. എന്നിട്ട് അയാൾ നടക്കുമ്പോൾ പിന്നീന്ന് മുത്തശ്ശി പറയുന്നുണ്ട്, ഡാ മനോഹര, ചേച്ചിയെ മറക്കല്ലേടാ. ചേച്ചിക്ക് കൂടി ഒരു ഉരുള ചോറെങ്കിലും വാങ്ങിയിട്ട് വാ. ആ പിന്നെന്താ, ചേച്ചിക്ക് വാങ്ങി വരാതെ ഞാൻ പോയിട്ട് വാങ്ങി വരാം എന്ന് പറഞ്ഞിട്ട് മനോഹരൻ പോവുകയാണ്. മനോഹരൻ മുറ്റത്തിറങ്ങി കുറച്ച് നടക്കുന്ന സമയത്താണ് സിദ്ധാർത്ഥിൻ്റെ കാർ വളരെ വേഗത്തിൽ വന്നിട്ട് അവിടെ സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തുന്നത്. അപ്പോൾ മനോഹരൻ ഇങ്ങനെ സ്വയം പറയുന്നുണ്ട്, ഇതെന്താ സിദ്ധാർത്ഥിൻ്റെ കാർ ഇത്ര സ്പീഡിൽ വന്ന് നിർത്തുന്നത്? അതിൽ നിന്നും സിദ്ധുവും ചന്ദ്രികയും ആദ്യം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നീട് സിദ്ധാർത്ഥ് പിടിച്ചു വലിച്ചു കൊണ്ടുവരുന്നത് സുരേന്ദ്രനെയാണ്. അവൻ്റെ ഷർട്ടിൻ്റെ കോളറിന് പിടിച്ചു വലിച്ചിട്ട് അവനെ കൊണ്ടുവന്നിട്ട് മുത്തശ്ശിയുടെയും മനോഹരൻ്റെയും മുമ്പിൽ വലിച്ചെറിയാണ്. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താ സിദ്ധു, എന്താ കാര്യം? സുന്ദർ തലതാഴ്ത്തി നിൽക്കുകയാണ്. മേഘ എവിടെ? ഞാൻ അക്കാര്യം അവളോട് പറഞ്ഞോളാം, വിളിക്കവളെ. അത് കേട്ടപ്പോൾ മനോഹരൻ പറയുന്നുണ്ട്, മേഘയെ വിളിക്ക്. മേഘ. മുത്തശ്ശി അകത്തേക്ക് നോക്കിയിട്ട് ഉറക്കെ വിളിക്കുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞിട്ടും മേഘ വരാത്തപ്പോൾ അവർ പറയുന്നുണ്ട്, നിന്റെ അനിയൻ സുരേന്ദർ വന്നിട്ടുണ്ട്, വേഗം വാ. അപ്പോഴേക്കും മേഘ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പുറത്ത് നടക്കുന്ന ബഹളമൊക്കെ കണ്ടപ്പോൾ മേഘ ഇങ്ങനെ ചുറ്റിലും നോക്കുവാണ്. സുരേന്ദറും സിദ്ധുവും ചന്ദ്രികയും അതുപോലെ മുത്തശ്ശിയും മനോഹരൊക്കെ നിൽക്കുന്ന കണ്ടപ്പോൾ മേഘയ്ക്കൊന്നും മനസ്സിലായില്ല. അവൾ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ തന്നെ സുരേന്ദർ വേഗം പോയി അവളുടെ കൈകൾ ചേർത്ത് പിടിക്കുകയാണ്. ചേച്ചി, എന്താ സുരേന്ദർ?
പറഞ്ഞു കൊടുക്കടാ എന്ന് പറഞ്ഞിട്ട് സിദ്ധു അവനെ പൊതിരെ തല്ലുവാണ്. അപ്പോൾ ദേഷ്യത്തോടെ മേഘ പറയുന്നുണ്ട്, ഏയ് എന്തിനാ എൻ്റെ അനിയനെ അടിക്കുന്നത്? ഇവൻ എന്ത് കാര്യം ചെയ്തതെന്ന് അറിഞ്ഞാ ഈ അടി നീയാ ഇവനെ അടിക്കുക. അതിനു മാത്രം ഇവൻ എന്താ ചെയ്തത്? അപ്പോഴാ ചന്ദ്രിക പറയുന്നത്, അത് ഞാൻ പറയാം. എല്ലാവരും ചന്ദ്രികയെ നോക്കി നിൽക്കുകയാണ്. പുറമ്പോക്ക് നിലം പട്ടായുള്ള സ്ഥലമാണെന്ന് പറഞ്ഞിട്ട് നിന്റെ കയ്യിൽ നിന്നും 50 കോടി രൂപ പറ്റിച്ചില്ലേ? അതില് നിന്റെ അനിയനും ബന്ധമുണ്ട്. ചന്ദ്രിക പറഞ്ഞത് കേട്ടത് മേഘയും ബാക്കിയുള്ള എല്ലാവരും ഒരുപോലെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. എന്താ നീ പറഞ്ഞത്? മേഘ ചോദിക്കുകയാണ്. അപ്പോൾ സിദ്ധു ദേഷ്യത്തോടെ പറയുന്നുണ്ട്, നിന്റെ അനിയനാണ് നിന്റെ കയ്യിൽ നിന്നും 50 കോടി രൂപ പറ്റിക്കാൻ വേണ്ടിയിട്ട് ആ റിയൽ എസ്റ്റേറ്റുകാരന് ബുദ്ധി പറഞ്ഞു കൊടുത്ത് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്. പറഞ്ഞു തീർന്നതും സിദ്ധു വീണ്ടും സുന്ദറിനെ തല്ലുവാണ്. കേട്ടത് വിശ്വസിക്കാനാവാതെ നിൽക്കുകയാണ് മേഘയും മുത്തശ്ശിയും മനോഹരനും. അയ്യയ്യോ. അപ്പോൾ സിദ്ധാർത്ഥ് സുന്ദറോട് പറയുന്നുണ്ട്, ഏയ് മേഘയോട് സത്യം പറയടാ പറ എന്നും പറഞ്ഞിട്ട് സുന്ദറിനെ വീണ്ടും വീണ്ടും തല്ലുവാണ്. 2-3 വട്ടം തല്ലിയപ്പോഴേക്കും സുന്ദർ മേഘയുടെ അടുത്തേക്ക് പോയിട്ട് പറയുന്നുണ്ട്, ചേച്ചി ഇല്ല ചേച്ചി, ഇവർ കള്ളം പറയാണ് ചേച്ചി, എനിക്കവരാരും അറിയില്ല ചേച്ചി. ഡാ കള്ളം പറയുന്നോടാ എന്ന് പറഞ്ഞിട്ട് സിദ്ധാർത്ഥ് വീണ്ടും അവനെ തല്ലുവാണ്. അവനെ പൊതിരെ തല്ലുന്നത് കണ്ടപ്പോൾ മേഘയ്ക്ക് സഹിക്കാനാവുന്നില്ല. നിർത്തി സിദ്ധു, എന്തിനാ നീ ഇപ്പോൾ അവനെ തല്ലുന്നത്? എൻ്റെ അനിയൻ നീ പറയുന്ന പോലുള്ള ഒരാളൊന്നുമല്ല. നീ എന്തോ തെറ്റിദ്ധരിച്ചിട്ട് അവനെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നതാണ്. മേഘ പറയുന്നത് കേട്ടപ്പോൾ മുത്തശ്ശിയും ആകെ കൺഫ്യൂഷനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ സിദ്ധു വീണ്ടും പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഹേയ് നിന്റെ അനിയനും ആ റിയൽ എസ്റ്റേറ്റുകാർക്കും തമ്മിൽ ബന്ധമുണ്ട്. ഇവനെ ഇങ്ങനെ വെറുതെ വിടാൻ പാടില്ല. പോലീസിനെ കൊണ്ട് പിടിപ്പിച്ച് അവർ ചോദിക്കേണ്ട രീതിയിൽ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ആ 50 കോടി രൂപ തിരിച്ചു കിട്ടും. സുരേന്ദ്രൻ തലതാഴ്ത്തിയിട്ട് കള്ളനെ പോലെ നിൽക്കുകയാണ്. എന്നിട്ടും അവൻ വീണ്ടും പറയുന്നുണ്ട്, ചേച്ചി ഇവർ പറയുന്നതൊന്നും സത്യമേ അല്ല ചേച്ചി. എനിക്കും ആ റിയൽ എസ്റ്റേറ്റുകാർക്കും തമ്മിൽ ഒരു ബന്ധവുമില്ല ചേച്ചി. ഏയ് ചന്ദ്രിക അറിയാതെ വിളിച്ചു പോവാണ്. സിദ്ധുവും പറയുന്നുണ്ട്, ഇവൻ കള്ളം പറയുന്നതാണ് മേഘ. ഇല്ല, എൻ്റെ അനിയൻ കള്ളം പറയില്ല. മേഘ വീണ്ടും തീർത്ത് പറയുകയാണ്. അപ്പോൾ സിദ്ധു പറയുന്നുണ്ട്, നീ തന്നെ ഒരു ഫ്രോഡാണ്. പിന്നെ നിന്റെ അനിയൻ വലിയ യോഗ്യനാവാൻ പോവുകയാണോ? അത് കേട്ട സമയത്ത് അറിയാതെ മുത്തശ്ശി പറഞ്ഞു പോകുന്നുണ്ട്, കറക്റ്റ് സിദ്ധു, നീ പറഞ്ഞത് സത്യമാണ്. അയ്യോ മുത്തശ്ശി, മേഘ ഞെട്ടി തിരിച്ച് വിളിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി അറിയാതെ പറഞ്ഞു പോകുന്നുണ്ട്, അയ്യോ സോറി മേഘ, അറിയാതെ വായിൽ നിന്ന് സത്യം വീണ് പോയതാ. ചേച്ചി വായ വെച്ച് മിണ്ടാതെ നിൽക്ക് ചേച്ചി, മനോഹരനും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മേഘ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ സുന്ദർ പറയുന്നുണ്ട്, ചേച്ചി ഇവർ വെറുതെ പറയുന്നതാ ചേച്ചി, ഇവർ വേണമെന്ന് വെച്ച് മനഃപൂർവ്വം എൻ്റെ മേൽ കുറ്റം ചാർത്തുവാണ് ചേച്ചി. ഞാൻ എന്തിനാ നിങ്ങളുടെ പണം എടുത്തു കൊണ്ടുപോകുന്നത്? അത് കേട്ട് സിദ്ധാർത്ഥും ചന്ദ്രിക ഇങ്ങനെ നിൽക്കുകയാണ്, അവൻ അത്രയും നന്നായിട്ട് കള്ളം പറയുന്നത് കണ്ടിട്ട്. മേഘയാണെങ്കിൽ അനിയനെ വിശ്വസിക്കുന്നുണ്ട് വിശ്വസിക്കുന്നുമില്ല എന്നൊരു രീതിയിലാണുള്ളത്. അപ്പോൾ ചന്ദ്രിക സുരേന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, പിന്നെ എന്തിനാണ് നീ ആ റിയൽ എസ്റ്റേറ്റുകാരുടെ കൂടെ പോയി കൂടിയത്? സുരേന്ദ്രൻ ഒന്നും അറിയാത്തതുപോലെ മേഘയുടെ മുന്നിൽ അഭിനയിക്കുകയാണ്. എനിക്കവർ ആരും അറിയില്ല ചേച്ചി, ഇവർ രണ്ടുപേരും കള്ളം പറയുന്നതാ ചേച്ചി. മേഘ ആകെ കൺഫ്യൂഷനായിട്ട് നിൽക്കുകയാണ്. ചന്ദ്രികയാണെങ്കിൽ സുരേന്ദ്രൻ കള്ളം പറയുന്നത് കേട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ സിദ്ധാർത്ഥിന് ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു. ഏയ് മര്യാദയ്ക്ക് ഉള്ളതുള്ള പോലെ സത്യം പറഞ്ഞോ, അല്ലെങ്കിൽ നന്നായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് കിട്ടും. സിദ്ധു വീണ്ടും പറഞ്ഞെങ്കിലും സുരേന്ദ്രൻ തലതാഴ്ത്തി നിൽക്കുകയാണ്. അപ്പോൾ മനോഹരൻ കുറച്ച് വാത്സല്യത്തോടെ തന്നെയാണ് ചോദിക്കുന്നത്, മോനെ സുരേന്ദർ. അവൻ നോക്കുന്നുണ്ടായിരുന്നു, സിദ്ധു പറഞ്ഞതൊക്കെ സത്യമാണോ? അങ്ങനെ നീ പണം എടുത്തിട്ടുണ്ടെങ്കിൽ കൊടുത്തേക്ക് മോനെ, പാവം നിന്റെ ചേച്ചി വല്ലാതെ കഷ്ടപ്പെടുകയാണ്. പക്ഷെ അത് കേട്ടപ്പോൾ മേഘയ്ക്കാണ് ദേഷ്യം വരുന്നത്. മാമാ ഒന്നും മിണ്ടാതെ നിൽക്കാമോ? സിദ്ധാർത്ഥിന് തുടക്കം തൊട്ടേ എൻ്റെ സഹോദരനെ കണ്ണിന് പിടിക്കില്ല. അതുകൊണ്ടാണ് ഈ തെറ്റ് അവൻ്റെ പേരിൽ ഇവർ ചാർത്തി കൊടുക്കുന്നത്. ഇങ്ങോട്ട് നോക്കൂ സിദ്ധാർത്ഥ്, 50 കോടി രൂപ എനിക്കാണ് നഷ്ടമായത്, നിനക്കല്ല. അതിന് ഞാൻ പോലീസിൽ കംപ്ലൈൻറ്റും കൊടുത്തിട്ടുണ്ട്. സത്യത്തിലുള്ള കുറ്റവാളി ആരാണെന്ന് കണ്ടുപിടിച്ചിട്ട് അവരെത്രയും പെട്ടെന്ന് എൻ്റെ പണം എനിക്ക് തിരിച്ചു തരുന്നതാണ്. അതിന് നീ ബുദ്ധിമുട്ടണമെന്നില്ല. അപ്പോൾ സിദ്ധു ചോദിക്കുന്നുണ്ട്, ഞാൻ പറയുന്നത് ഇനിയും നീ വിശ്വസിക്കുന്നില്ല അല്ലേ? എന്നിട്ട് ചന്ദ്രികയുടെ നേരെ കൈ കാണിച്ചിട്ട് ഫോൺ കൊടുക്കാൻ വേണ്ടി പറയുകയാണ്. ഇത് നോക്ക്, നിന്റെ അനിയൻ്റെ സ്വരൂപം കാണാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് ചന്ദ്രിക എടുത്ത് വീഡിയോ പ്ലേ ചെയ്തിട്ട് മേഘയുടെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അത് കണ്ട സമയത്ത് മേഘ ആകെ ഷോക്കായിട്ടുണ്ട്. അതുപോലെ മുത്തശ്ശിയും മനോഹരനും ആ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് അവർക്ക് അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. മേഘ അത് കാണിച്ചു കൊടുക്കുകയാണ്. ആ വീഡിയോ കാണുന്ന ഓരോ നിമിഷവും മേഘയുടെ ഷോക്ക് കൂടി വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മനോഹരനും ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. കാരണം ഒരിക്കലും സുന്ദറാണ് ഇതിന് പിന്നിലെന്ന് ആരും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു വീഡിയോയിൽ സുന്ദർ അയാളുമായിട്ട് സംസാരിക്കുന്ന ആ ഭാഗങ്ങളാണുള്ളത്. നീ അവനെ വിശ്വസിച്ചിട്ട് മുഴുവൻ പണം അവന് കൊടുക്കാൻ പാടില്ലായിരുന്നു. ഞാൻ കഷ്ടപ്പെട്ടിട്ട് എൻ്റെ ചേച്ചിയെ പറ്റിച്ചത് എന്നൊക്കെ അവനും പറയുന്നുണ്ട്.
ഇനി രക്ഷപ്പെടാൻ പഴുതില്ലെന്ന് സുന്ദറിനും മനസ്സിലായിട്ടുണ്ടായിരുന്നു. അവനും തലതാഴ്ത്തി നിൽക്കുകയാണ്. മേഘയുടെ അടുത്ത് വന്നിട്ട് മുത്തശ്ശിയും മനോഹരനും ആ വീഡിയോ ബാക്കി കൂടെ കാണുവാണ്. അപ്പോൾ സിദ്ധാർത്ഥ് പറയുന്നുണ്ട്, മേഘ കണ്ടില്ലേ, ഇപ്പോഴാണ് ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് നിനക്ക് മനസ്സിലായത് അല്ലേ? നിന്റെ അനിയനെ കൂടി ഇരുന്ന് സംസാരിക്കുന്ന അയാളില്ലേ, അവനാണ് റിയൽ എസ്റ്റേറ്റ് മാഫിയ എന്നും പറഞ്ഞിട്ട് നിന്റെ കയ്യിൽ നിന്നും 50 കോടി രൂപ അടിച്ചെടുത്ത് പോയത്. സിദ്ധു അവളുടെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ച് വാങ്ങിക്കുകയാണ്. മേഘ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ മനോഹരനും പറയുന്നുണ്ട്, അതേ മേഘ, ഇവൻ കള്ളൻ തന്നെയാണ്. അതായത് സുന്ദറിൻ്റെ കൂടെ എഴുന്നിട്ടുണ്ടായിരുന്ന അയാളെ കുറിച്ചാണ് പറയുന്നത്. മേഘ പെട്ടെന്ന് എന്താ പറയേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ് സ്റ്റക്കായിട്ട്. അപ്പോൾ മനോഹരൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇവൻ ഒരുപാട് ആൾക്കാരെ പറ്റിച്ചിട്ട് ഇതുപോലുള്ള പുറമ്പോക്ക് സ്ഥലങ്ങൾ വിറ്റിട്ടുണ്ട്. മേഘ, ഇവനെ പേപ്പറിലും TV ന്യൂസിലും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് മേഘ. മേഘ ആകെ ഷോക്കായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും. മേഘ ഞെട്ടൽ മാറാതെ സുരേന്ദ്രനെ നോക്കുകയാണ്. എന്നിട്ട് അവനോട് ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്, സുരേന്ദർ, ഇവരുടെ കൂടെ നിനക്ക് എങ്ങനെയാണ് ബന്ധം? അത് പിന്നെ എനിക്ക് അറിയുന്ന ആളാണ് ചേച്ചി. എന്ത് അറിയുന്ന ആളോ? മനോഹരൻ ഞെട്ടിയിട്ട് ചിന്തിക്കുകയാണ്. അപ്പോഴേക്കും സിദ്ധു അവൻ്റെ തലയ്ക്ക് കുത്തിപ്പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, ആഹാ കൊള്ളാലോ, ഇത്രയും നേരം നിനക്ക് അവനെ അറിയത്തേ ഇല്ലായിരുന്നു, ഇപ്പോൾ അവനെ അറിയാം അല്ലേ? ഇത്തവണ സിദ്ധാർത്ഥ് തല്ലിയപ്പോൾ മേഘ വഴക്കൊന്നും പറയുന്നില്ല. മേഘ ഇങ്ങനെ ഷോക്കായിട്ട് നിന്ന സമയത്ത് സിദ്ധു ചോദിക്കുന്നുണ്ട്, ഏയ് മേഘ, ഇപ്പം മനസ്സിലായോ നിന്റെ സഹോദരൻ്റെ സ്വഭാവം എന്താണെന്ന്? ഇത്രയും കാലം ഇവൻ നിന്റെ അടുത്ത് കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ മനോഹരൻ പറയുന്നുണ്ട്, മേഘയുടെ അനിയനായിട്ട് ഇവൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ആശ്ചര്യപ്പെടണം അല്ലേ മേഘ? ചിരിച്ചുകൊണ്ട് പറയാണ് അയാൾ. അപ്പം മേഘ ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കുന്നുണ്ടായിരുന്നു. കാരണം മേഘയും ഫ്രോഡാണ്, സ്വാഭാവികമായിട്ട് അനിയനും ഫ്രോഡായിരിക്കും എന്നാണ് മനോഹരൻ ഉദ്ദേശിച്ചത്. അപ്പോഴാണ് മനോഹരന് അബദ്ധം പറ്റിയത് മനസ്സിലായത്. മേഘയുടെ നോട്ടം കണ്ടപ്പോൾ മനോഹരൻ പെട്ടെന്ന് തന്നെ പറയുന്നുണ്ട്, അത് പിന്നെ ഒരു ഫ്ലോയിൽ അറിയാതെ പറഞ്ഞു പോയതാ മേഘ. മേഘ വീണ്ടും ചോദിക്കുന്നുണ്ട്, ഏയ് സുരേന്ദർ, സത്യം പറ, ഇവരുമായിട്ട് നിനക്ക് എങ്ങനെയാ ബന്ധം? ചേച്ചി, അത് പറഞ്ഞു തീർന്നത് സുരേന്ദ്രനെ കവിളിൽ നോക്കിയിട്ട് മേഘ ഒന്ന് പൊട്ടിച്ചു കൊടുക്കുകയാണ്. എല്ലാവരും ഞെട്ടി നിന്ന സമയത്ത് മേഘ അലറിക്കൊണ്ട് പറയുന്നുണ്ട്, എന്നെ ചേച്ചി എന്ന് വിളിക്കരുത്, സത്യം പറ, അവരുമായിട്ട് നിനക്ക് എങ്ങനെയാ ബന്ധം? സുരേന്ദ്രൻ പേടി കൊണ്ട് മറുപടിയൊന്നും പറയാതെ നിൽക്കുകയാണ്. സിദ്ധാർത്ഥും ചന്ദ്രികയും കാഴ്ചക്കാരായിട്ട് നിൽക്കുകയാണ്, മുത്തശ്ശിയും മനോഹരനെയും പോലെ. അവർ ചേച്ചിയും അനിയനും തമ്മിലാവട്ടെ എന്നൊരു ധാരണയിൽ. അപ്പോൾ മേഘയാണെങ്കിൽ അലറിക്കൊണ്ടാണ് അവരോട് ചോദിക്കുന്നത്, സത്യം പറ, അവരുമായിട്ട് നിനക്ക് എങ്ങനെയാ ബന്ധം? ഇപ്പം സത്യം പറയുന്നുണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞിട്ട് പൊതിരെ തല്ലുവാണ്. സിദ്ധു നേരത്തെ തല്ലിയതുപോലെ തലങ്ങും വിലങ്ങും ഇട്ടടിക്കുകയാണ്. അപ്പോൾ മനോഹരൻ ചേച്ചിയോട് പറയുന്നുണ്ട്, അവന് 4 തല്ല് കിട്ടണം. ചേച്ചി 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 എന്ന് പറഞ്ഞ സുരേന്ദ്രൻ എത്ര കരഞ്ഞിട്ടും മേഘ വിടുന്നേ ഉണ്ടായിരുന്നില്ല. അവനെ ഇങ്ങനെ തല്ലിക്കൊണ്ടേയിരിക്കുകയാണ്. അവനെ തല്ലരുതെന്ന് ആരും വിലക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അപ്പോഴേക്കും ശരവണൻ ഓടി വരുന്നുണ്ടായിരുന്നു, മേഘ മേഘ. എന്നിട്ട് അയാൾ വന്നപ്പോഴാണ് മേഘ തല്ല് നിർത്തുന്നത്. എന്നിട്ട് മേഘയോട് അയാൾ ചോദിക്കുകയാണ്, മേഘ എന്തിനാ ഇപ്പോൾ അവനെ തല്ലുന്നത്? അതിന് മാത്രം എന്ത് തെറ്റാ അവൻ ചെയ്തത്? അത് കണ്ടിട്ട് ചന്ദ്രികയ്ക്കും സിദ്ധാർത്ഥിനൊക്കെ ഇങ്ങനെ ദേഷ്യം വന്ന് നിൽക്കുകയാണ്. മക്കളെ വഴിതെറ്റിച്ച് വിട്ടൊരു അച്ഛനായിട്ടാണ് അയാളെ അവർ കരുതുന്നത്. അപ്പോൾ മേഘയോട് അയാൾ ചോദിക്കുന്നുണ്ട്, എന്ത് തെറ്റ് ചെയ്തിട്ട് തല്ലുന്നതെന്ന് ചോദിച്ചപ്പോൾ മേഘ പറയാണ്, എന്ത് തെറ്റാ ചെയ്തതെന്ന് നിങ്ങളുടെ മകനോട് തന്നെ ചോദിച്ചു നോക്ക്. അപ്പോൾ അയാൾ വേഗം തിരിഞ്ഞിട്ട് സുരേന്ദ്രനോട് ചോദിക്കുകയാണ്, ഡാ എന്താ നീ ചെയ്തത്? എന്തിനാ മേഘ ഇങ്ങനെ തല്ലുന്നത്? അപ്പോൾ സിദ്ധു പറഞ്ഞു കൊടുക്കുന്നുണ്ട്, സർ, മേഘയെ പറ്റിച്ചിട്ട് ആ പുറമ്പോക്ക് സ്ഥലം 50 കോടി രൂപയ്ക്ക് വിറ്റിട്ടുണ്ടായിരുന്നില്ലേ? ആ ഗ്രൂപ്പിന് ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തതേ നിങ്ങളുടെ മകനാണ്. അത് കേട്ട സമയത്ത് ശരവണനാകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. തൻ്റെ മകനാണോ ഇതൊക്കെ ചെയ്തത് എന്നൊരർത്ഥത്തിൽ. സുരേന്ദ്രനാണെങ്കിൽ തലതാഴ്ത്തി നിൽക്കുകയാണ്. അപ്പോൾ മനോഹരൻ ഇങ്ങനെ പറയുന്നുണ്ട്, 50 കോടി രൂപ. അപ്പോൾ സിദ്ധാർത്ഥിനോട് വീണ്ടും ശരവണൻ ചോദിക്കുകയാണ്, എന്താ നിങ്ങൾ പറഞ്ഞത്? പറഞ്ഞാൽ വിശ്വാസമാവുന്നില്ല അല്ലേ? ശരി, വിശ്വസിക്കുന്ന രീതിയിൽ ഒരു വിഷ്വൽ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ചന്ദ്രികയുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങിയിട്ട് ശരവണന് കൊടുക്കുവാണ്. ആ വീഡിയോയിൽ അവർ സംസാരിച്ച മുഴുവൻ കാര്യങ്ങളും കേൾക്കുന്നതിനനുസരിച്ച് ശരവണൻ മകനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് ലാസ്റ്റ് ഫോൺ തിരിച്ചു കൊടുത്തിട്ട് ശരവണൻ മകനെ പിടിച്ചു വലിച്ച് ചോദിക്കുകയാണ്, എന്താണ് ഇതൊക്കെ? എനിക്കിത് വിശ്വസിക്കാനാവുന്നില്ല. അപ്പോൾ മുത്തശ്ശിയാണ് പറയുന്നത്, പക്ഷേ ഞങ്ങൾ നന്നായിട്ട് വിശ്വസിക്കുന്നുണ്ട്. നിന്റെ മകൻ നിന്നെപ്പോലെ തന്നെയല്ലേ ഉണ്ടാവുക? കൂടെ പിറന്ന ചേച്ചിയാണെന്ന് പോലും മനസ്സിലാക്കാതെ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടായിരുന്നോ? മഹാപാപി, കൂടെ നിന്നിട്ട് കുഴി വെട്ടിക്കളഞ്ഞു. മുത്തശ്ശി ശപിക്കുകയാണ് സുരേന്ദ്രനെ. അപ്പോൾ മേഘ ശരവണനോട് പറയാണ്, അച്ഛാ, ഞാനിത് ഇത്രയധികം കഷ്ടപ്പെടുന്നതിന് കാരണം ഇവനാണ്. ഇവനെ ഞാൻ വെറുതെ വിടില്ല അച്ഛാ. അപ്പോൾ ശരവണൻ തിരിഞ്ഞിട്ട് സുരേന്ദ്രനോട് ദേഷ്യത്തോട് ചോദിക്കുകയാണ്, ഏയ് ഡാ,
നിന്റെ ചേച്ചിക്ക് ദ്രോഹം ചെയ്യാൻ നിനക്ക് എങ്ങനെയാടാ മനസ്സ് വന്നത്? എന്നെ നാണം കെടുത്തിയില്ലേടാ എന്ന് പറഞ്ഞിട്ട് മേഘ തല്ലിയതിൻ്റെ ബാക്കി വീണ്ടും സുരേന്ദ്രനെ അയാൾ തല്ലുവാണ്. അപ്പോൾ അയാൾ തല്ലുന്നതിനിടയ്ക്ക് തന്നെ ചോദിക്കുന്നുണ്ട്, ആ പണമൊക്കെ എവിടെ, പണമൊക്കെ എവിടെ? അച്ഛൻ മകനെ തല്ലുന്നത് കണ്ടിട്ട് ആരും തന്നെ വിലക്കുന്നുണ്ടായിരുന്നില്ല, മേഘ ഉൾപ്പെടെ. അപ്പോൾ ഒരുപാട് തല്ലിയതിന് ശേഷം ശരവണൻ ചോദിക്കുന്നുണ്ട്, ആ പണമൊക്കെ നീ എവിടെയാണ് കൊണ്ടുവച്ചിരിക്കുന്നത്? മേഘയും അതറിയാൻ വേണ്ടി ആകാംക്ഷയോടെ നിൽക്കുകയാണ്. അപ്പോൾ കരഞ്ഞുകൊണ്ട് സുരേന്ദ്രൻ പറയുന്നുണ്ട്, അച്ഛാ, ഞങ്ങളുടെ ഗ്യാങ് ലീഡർ എല്ലാ പണവും എടുത്തിട്ട് ഓടിപ്പോയിക്കളഞ്ഞു വെച്ചാ. അത് കേട്ട് ശരവണൻ ഉൾപ്പെടെ സിദ്ധുവും ചന്ദ്രികയും എല്ലാവരും ഞെട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം 50 കോടി രൂപ നഷ്ടപ്പെട്ടു എന്നുള്ളത് അവർക്ക് എല്ലാവർക്കും മനസ്സിലായി. എന്ത്, അയാൾ ഓടിപ്പോയെന്നോ? മനോഹരൻ പറയുന്നുണ്ട്. അപ്പോൾ സുന്ദർ അച്ഛനോട് പറയാണ്, അവനെയാണ് ഞങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സിദ്ധാർത്ഥ് അയാളോട് പറയാണ്, സർ, ഇവരെ ഒന്നും വിശ്വസിക്കരുത്, ആദ്യം നിങ്ങൾ പോലീസിന് പിടിച്ചു കൊടുക്കാൻ നോക്ക്. സിദ്ധാർത്ഥ് ശരവണനോട് പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ സുന്ദർ അച്ഛനോട് പറയുന്നുണ്ട്, അച്ഛ വേണ്ടച്ചാ, അപ്പോഴേ സത്യം എന്താണെന്ന് അറിയാൻ പറ്റൂ. സിദ്ധാർത്ഥ് പറഞ്ഞപ്പോൾ ചന്ദ്രികയും തലകുലുക്കിയിട്ട് അത് സമ്മതിക്കുകയാണ്. അപ്പോഴേക്കും സുരേന്ദ്രൻ വേഗം മേഘയുടെ അടുത്ത് പോയിട്ട് അവളോടും കെഞ്ചി പറയാണ്, ചേച്ചി ചേച്ചി വേണ്ട ചേച്ചി, പോലീസ് പിടിച്ചു കൊടുക്കല്ലേ ചേച്ചി. പക്ഷേ മേഘ കൈവലിച്ച് കളയുകയാണ്. അതേസമയം ശരവണനാണെങ്കിൽ വീണ്ടും സുരേന്ദ്രനെ തല്ലുന്നുണ്ട്. അപ്പോൾ സുരേന്ദ്രൻ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ചേച്ചി ഞാൻ എങ്ങനെയെങ്കിലും അവനെ കണ്ടുപിടിച്ചിട്ട് ആ പണം തിരിച്ച് വാങ്ങിത്തരാം ചേച്ചി, എങ്ങനെയെങ്കിലും ഞാൻ അവരെ കണ്ടുപിടിച്ചിട്ട് എല്ലാ പണവും ഞാൻ വാങ്ങിത്തരും ചേച്ചി. സുരേന്ദ്രൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പിന്നെ നീ ചെയ്തത് തന്നെ, എങ്ങനെയാടാ നിന്നെ കൊണ്ട് അതിന് സാധിക്കുക? മേഘ ദേഷ്യത്തോടെ ചോദിക്കുകയാണ്. ഇങ്ങോട്ട് നോക്ക്, എനിക്കെന്നെ പണം കിട്ടിയേ തീരൂ. അവരിപ്പോൾ എവിടെയാണ് ഉള്ളത്? ചേച്ചി, അവർ വെസ്റ്റ് ബംഗാളിലേക്ക് രക്ഷപ്പെട്ടു പോയിരിക്കുകയാണ് ചേച്ചി. സുരേന്ദ്രൻ പറഞ്ഞത് കേട്ടതും മേഘയും ചന്ദ്രികയും സിദ്ധാർത്ഥും ഒക്കെ ഞെട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.